നമസ്കാരം. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയ മൂന്നാർ, വട്ടവട, അതുപോലെ തന്നെ മറയൂർ യാത്രയുടെ ചെറിയൊരു വിഷ്വൽസാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുന്ന റോഡാണ്. വളരെ മനോഹരമായിട്ടുള്ള പർവ്വതങ്ങളുടെയും അതുപോലെ തന്നെ ഒരുപാട് യാത്രികരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണിത്. വട്ടവട ചെന്നതിന് ശേഷം അവിടെയുള്ള സ്ട്രോബെറി ഫാമിലേക്ക് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഞാനും എൻ്റെ ഒരു കുടുംബ സുഹൃത്തും കൂടിയാണ്. അവരുടെ ഫാമിലിയായിട്ടാണ് യാത്ര ചെയ്തത്. വളരെ വ്യത്യസ്തമായിട്ട് കേരളത്തിലാണെങ്കിലും നമ്മൾ കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് പോയ പോലുള്ള ഒരു ഫീലിംഗാണ് ഈ വട്ടവട പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. വട്ടവട ഒരു ഗ്രാമപഞ്ചായത്താണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും രീതികളും ഒരു ഭാഷയിൽ തന്നെ വ്യത്യാസമുള്ള നമ്മുടെ മലയാളത്തോട് തമിഴുമായിട്ട് ഇടകലർന്നുള്ളൊരു ഭാഷയാണ് അവിടെ ഉള്ള ആൾക്കാർ സംസാരിക്കുന്നത്. തട്ടുകളായിട്ട് കൃഷി ചെയ്യുന്നു, അതാണ് അവരുടെ മുഖ്യ ഉപജീവന മാർഗം. അതുപോലെ തന്നെ വെളുത്തുള്ളി, അത്തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് സ്ട്രോബെറി. അങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ധാരാളം കൃഷി ചെയ്യുന്ന കുടിയേറ്റ കർഷകരാണ് അവിടെ ഉള്ളത്. ഈ ഭാഗത്ത് നിന്ന്, ഈ മലനിരകളിൽ നിന്നും ഒരു 40 കിലോമീറ്റർ വനത്തിനകത്തുകൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാലിൻ്റെ ഭാഗത്തെത്തും. അത്ര അടുത്താണ്. ഒരു 30-38 കിലോമീറ്റർ ഉൾവനത്തിലൂടെ പോകുന്ന വഴി ഇപ്പോഴും നമ്മൾ സാധാരണ യാത്രക്കാർക്ക് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിലും അവിടെയുള്ള ആൾക്കാർ, തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ പോകാറുണ്ടെന്ന് പറയുന്നു. ഒരു വശം മുഴുവൻ കൃഷിത്തോട്ടങ്ങൾ, മറുവശം മുഴുവൻ തട്ടായിട്ടുള്ള ഒരു ഫാമിംഗ്, അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്രദേശമാണ് വട്ടവട. ഞാനൊരു 3 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകാൻ പോലും നമുക്ക് മടി തോന്നുന്ന തരത്തിലുള്ള ഇതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാറിലെത്തി. മൂന്നാറിൽ നിന്നും തിരിച്ച് മറയൂരിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ വീഡിയോ ആണ് ഈ കാണുന്നത്. മറയൂരും ഇതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, കൾച്ചറായിട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന മറയൂരിൽ പോകണമെന്ന് വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു ദിവസം മുഴുവൻ മറയൂർ, അതുപോലെ തന്നെ കാന്തള്ളൂർ ഭാഗത്ത് ഉണ്ടായിരുന്നു. മൂന്നാറിൽ നിന്നും മറയൂരിലേക്കൊരു 40 കിലോമീറ്ററോളം തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ മറയൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ചന്ദന ഫാക്ടറി, ചന്ദന വനം, ആ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. ആ യാത്രയും വളരെ രസകരമായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റിയ യാത്രയായിരുന്നു. മറയൂറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള ശർക്കര നിർമ്മാണം കാണാൻ സാധിച്ചു. ശർക്കര നിർമ്മാണ യൂണിറ്റിലേക്കും അവരുടെ ഒരു വളരെ നാട്ടുമ്പുറത്ത് അവിടെ തികച്ചും തദ്ദേശീയമായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കുന്ന ശർക്കര നിർമ്മാണ ധാരാളം കരിമ്പിൻ തോട്ടങ്ങളും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് രൂപം കൊണ്ട ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോം സ്റ്റേകളൊക്കെ ധാരാളമുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഉരുളി പോലുള്ള വലിയ വലിപ്പത്തിലുള്ള ഉരുളി പോലുള്ള പാത്രങ്ങളിലാണ് കരിമ്പിൻ നീര് സംഭരിച്ച് വിറക് കൊണ്ടുള്ള തീ കൊണ്ട് ശർക്കര ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ശർക്കര, പക്ഷേ അവിടെയുള്ള ആൾക്കാരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലായി. ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെയാണ്. ഇത് കാന്തള്ളൂരിലേക്ക് പോകുന്ന റോഡാണ്. കാന്തള്ളൂരിലും ചരിത്രപരമായി ഒത്തിരി സവിശേഷതകളുള്ള മനോഹരമായൊരു സ്ഥലമാണ്. മുനിയറകൾ, അതുപോലെ ഈ പറയുന്ന പോലുള്ള തികച്ചും ഗ്രാമീണമായിട്ടുള്ള ജീവിതമൊക്കെയാണ്. നമ്മൾ മൂന്നാർ ചെന്ന് മൂന്നാർ തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളൊക്കെ കണ്ട് മടങ്ങുകയാണ് പൊതുവേ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ മൂന്നാറിന് സമീപത്തുള്ള ഇത്തരം സ്ഥലങ്ങൾ കൂടി കണ്ടു മടങ്ങുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിജ്ഞാനപ്രദമായ യാത്ര കൂടി ആക്കി, നമുക്ക് വിനോദത്തോടൊപ്പം വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു യാത്ര കൂടി ആക്കി മാറ്റാനായിട്ട് സാധിക്കും. പോകുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലുള്ള കന്നുകാലികൾ, അതിനെ മേയ്ക്കുന്ന കർഷകർ,
അത്തരത്തിലുള്ള ഒരു ഇതായിരുന്നു. ഇത് ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി കണ്ട കാഴ്ചയാണ് കരിമ്പ് കൂട്ടിയിട്ടിരിക്കുന്നതും ഈ ഭാഗത്ത് ശർക്കര നിർമ്മാണം നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. കരിമ്പിൻ ചണ്ടികളാണ് ഈ ഈ കാണുന്ന പുക, കരിമ്പിൻ്റെ ഈ തിളച്ച് മറിയുന്ന കരിമ്പിൻ നീര് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക ഇതുവഴിയാണ് പോകുന്നത്. അല്പം ശർക്കര ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിൽ കുറച്ച് പേർ അത് വാങ്ങുകയും ചെയ്തു.